സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ. ജൂലൈ 31 അർദ്ധരാത്രി വരെയുള്ള 52 ദിവസം ട്രോൾ നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. അതേപോലെ കടൽ മത്സ്യം കഴിക്കുന്നതിൽ ആശങ്ക വേണ്ടെന്നും ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ട്രോളിംഗ് നിരോധനം ജൂൺ 9 മുതൽ ജൂലൈ 31 വരെ, മറ്റ് വിശദാംശങ്ങൾ കൂടി. സംസ്ഥാനത്ത് കടൽ തീരത്തെ മത്സ്യങ്ങളുടെ പ്രജനന കാലയളവാണ് ഒരുപക്ഷെ ഈ ജൂൺ 9 മുതൽ ജൂലൈ 31 ദിവസം വരെയുള്ള 51 ദിവസത്തെ കാലയളവ്. ഈ കാലങ്ങളിൽ ഉൾക്കടൽ മത്സ്യബന്ധനത്തിലും ആഴക്കടൽ മത്സ്യബന്ധനത്തിലും ഏർപ്പെടരുത്. മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫിഷറീസ് വിഭാഗത്തിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ. ഈ 52 ദിവസം വലിയ ബോട്ടുകൾ, വലിയ യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൾക്കടലിലോ ആഴക്കടലിലോ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പാടില്ല. പാരുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. കൃത്രിമ പാരുകൾ ഉൾപ്പെടെ കേരള തീരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാരുകൾക്കിടയിലാണ് മത്സ്യങ്ങൾ മുട്ടയിട്ട് പ്രചരിച്ച് വളരുന്നത്. ഈ ഇടങ്ങളിലൊന്നും ഇത്തരത്തിൽ വലിയ യാനങ്ങളോ ബോട്ടുകളോ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശമാണ് ഉള്ളത്. അതുപോലെ തന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും കട്ടമരം തൊഴിലാളികൾക്കും ഈ കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മത്സ്യം പിടിക്കാനുള്ള അനുമതി ഉണ്ട്. അവർക്ക് ഈ ട്രോളിംഗ് നിരോധനം ബാധകമാകില്ല എന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും 52 ദിവസം കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ടിൻഡു, അതേസമയം തന്നെ ഈ കടൽ മത്സ്യം കഴിക്കുന്നതിൽ, നിലവിലെ സാഹചര്യത്തിൽ കടൽ മത്സ്യം കഴിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ആശങ്ക വേണ്ട എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് കൊച്ചിയിലെ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ കടലിൽ തെക്കൻ തീരങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മലിനീകരണ ബോർഡിൽ നിന്നും ഒരു നിർദ്ദേശം ലഭിച്ചിരുന്നത്. കടലിൽ വിഷാംശമുള്ള ഒന്നും ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇത്തരത്തിൽ വിഷാംശമുള്ള സാധനങ്ങളൊന്നും കലങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ കടൽ മത്സ്യം കഴിക്കുന്നതിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട എന്ന നിർദ്ദേശമാണ് ഫിഷറീസ് വകുപ്പിൽ നിന്നും അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.